നമസ്കാരം. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ കൊട്ടാരക്കരയിലാണ്. ഇന്നലെ നിർത്തിയിടത്തു നിന്ന് നമുക്ക് തുടങ്ങാം ചർച്ചകൾ ചൂടോടെ. തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ മാവേലിക്കരയുടെ. എന്താണ് പറയേണ്ടത്? ഈ കേന്ദ്ര വിദ്യാലയം പ്രഖ്യാപിച്ചത് സ്മൃതി ഇറാനിയാണ്, അല്ലാതെ കപിൽ സിബലല്ല. ഇത്രയും ശുദ്ധമായ വിഡ്ഢിത്തരം ഇങ്ങനെ പറയാനുള്ള പാടില്ല. അതിന്റെ വ്യക്തമായ രേഖകൾ നമ്മൾ കൊണ്ടുവരാം. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും രേഖയുണ്ട്, യാതൊരു സംശയമില്ല. അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാം. പിന്നെ കൊട്ടാരക്കരയിൽ കേന്ദ്ര വിദ്യാലയം കൊണ്ടുവരണമെന്ന് ഈ നമ്മുടെ എംപിക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ കൊട്ടാരക്കര ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ഈ കേന്ദ്ര വിദ്യാലയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേണമെങ്കിൽ ഇവിടെ ഒരു പ്രക്ഷോഭം തുടങ്ങാം. അതിന് വലിയ അരിയാകാരം കഴിച്ചാൽ മതി, വേറെ ഒന്നും കഴിക്കണ്ട. അങ്ങനെ ഒരു പ്രക്ഷോഭം ഇവിടുത്തെ സമൂഹം മുഴുവൻ നിൽക്കും. പിന്നെ ഇവിടുത്തെ എംപി കൊണ്ടുവന്ന കുറേ പദ്ധതികളുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലോട്ടൊന്ന് കയറണം. അവിടെ ട്രോമോ കെയർ യൂണിറ്റ് ഉണ്ട്. ഇന്ന് വരെ അവിടെ ഒരു ഉപകരണവും ഇല്ല. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാ. അവിടെ ലിഫ്റ്റ് ഉണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് ഓപ്പറേറ്ററെ നിയമിച്ചിരിക്കുന്നത് ആരാ? ഈ എംപിയുടെ ബിനാമിയായിട്ടാണ് വെച്ചേക്കുന്നത്. ആ ലിഫ്റ്റ് ഓപ്പറേറ്റർ അവിടെ ഇല്ല. ഇവിടെ വികസനത്തിന്റെ പേരിൽ ഈ സർക്കാർ വന്നതിന് ശേഷം തട്ടിപ്പ് നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ എംപിക്ക്, മാവേലിക്കര എംപിക്ക് ഇപ്പം ഇവിടെ വികസനം കൊണ്ടുവരാൻ പറ്റത്തില്ല. കാര്യം മാവേലിക്കര എംപി ഇവിടെ കൊണ്ടുവന്ന എല്ലാ വികസന പദ്ധതികളുടെയും പേര് കോടിക്കണക്കിന് രൂപ തട്ടിച്ചിട്ടുണ്ട്. വളരെ വളരെ ശക്തമായ ആരോപണങ്ങളാണ്. ഒന്ന്, ആദ്യത്തേത് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നാണ് തുടങ്ങിയത്. അത് തുല്യായിരുന്നു ചർച്ച. വളരെ സുതാര്യമായി ഇത് നടപ്പാക്കാമായിരുന്നു. അത് നടപ്പാക്കാൻ മുൻകൈ എടുത്തില്ല എന്ന് പറയുന്നു. അല്ല, എനിക്കിവിടെ പറയാനുള്ളത്, ഇവിടെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ്. ഈ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇവിടെ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ കൊടിക്കുന്നിൽ സുരേഷിനെ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കുകയാണ്. കഴിഞ്ഞ 25 വർഷം തുടർച്ചയായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ വോട്ടർമാർ തിരിച്ചറിഞ്ഞത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫണ്ടിലുപരി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് എംപിമാരുടെ ഫണ്ടിൽ നിന്ന് പോലും അദ്ദേഹം ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്ന തൊട്ടടുത്ത് കാണുന്ന ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിലേക്ക് 50 ലക്ഷം രൂപയാണ് ശ്രീമതി AK ആന്റണിയുടെ ഫണ്ടിൽ നിന്നും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ സമഫലമായി ഇവിടെ കൊണ്ടുപോകുന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം പറയട്ടെ. അതെ, അതുപോലെ തന്നെ അദ്ദേഹം ഈ അടൂര് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ സമഫലമായി അവിടെ റവന്യൂ ടവർ, അതുപോലെ തന്നെ ഈ പറയുന്ന കേന്ദ്ര വിദ്യാലയം അദ്ദേഹം കൊണ്ടുവന്നു. അവിടെ 8 വർഷക്കാലമായി ഇവിടെ മത്സരിക്കുന്ന ശ്രീ ചിറ്റയം കുമാർ അദ്ദേഹം അവിടെ MLA ആയിട്ടിരിക്കുകയാണ്. അത് അതിന്റെ നവീകരണ പ്രവർത്തനം ഏറ്റവും കുറഞ്ഞ ഒരു പെയിന്റ് അടിക്കാൻ പോലും ഫണ്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ ചർച്ചയാണ്. പേരെന്താണ്? എൻ്റെ പേര് കരീം. ഞാനൊരു റിട്ടയർഡ് ഗവൺമെന്റ് സർവന്റ് ആണ്. ഞാൻ ഇതിലെ പോയപ്പോൾ ഇവിടെ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ കൊടി പിടിച്ചു വന്നതല്ല. ഇവിടെ വന്നപ്പോൾ ഈ പാർലമെന്റ് ഇലക്ഷൻ സംബന്ധിച്ച ചൂടേറിയ ചർച്ചകൾ കാണുകയും എന്റെ അഭിപ്രായം എനിക്ക് പറയണം, ഉറക്കെ ഉച്ചത്തിൽ തന്നെ പറയണം. ഈ നടക്കാൻ പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷനോ നിയമസഭാ ഇലക്ഷനോ അല്ല. ഇത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന ഇലക്ഷൻ. അതായത് ഒരു MPയുടെ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞങ്ങളിവിടെ കൊട്ടാരക്കര നിവാസികളെ കണ്ടിട്ടുള്ളത് ഇന്നുവരെ ഒരു പ്രവർത്തിക്കുന്ന MP കൊടിക്കുന്നിൽ സുരേഷ്. അതിനു മുമ്പ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPIയുടെ PK രാഘവനും അതേപോലെ ഭാർഗവി തങ്കപ്പനും പോലെയുള്ള ഇതേപോലെയുള്ള എംപിമാരായിട്ട് മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന പേര് ഉണ്ടായിരുന്നെങ്കിലും അവരെ ഒന്നും മഷിയിട്ട് നോക്കിയാൽ കാണാൻ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ കൊട്ടാരക്കരയിൽ വന്നതിന് ശേഷം ഈ പഴയ അടൂരിലും ഈ കൊട്ടാരക്കര ഈ പുതിയ മാവേലിക്കരയിലും ഒരു പ്രവർത്തിക്കുന്ന MP കൊട്ടാരക്കര നിവാസികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നേരെ പോയി MPയുടെ ഓഫീസിൽ പോയി അദ്ദേഹത്തെ കണ്ട് ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്റെ പ്രശ്നം ആരെ ഇല്ലാതെ നേരിട്ട് അദ്ദേഹത്തെ കണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഏത് പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ എവിടുന്ന് വരുന്നെന്നോ അതൊന്നും അദ്ദേഹം ചോദിക്കാറില്ല. അതെ, നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമാണ് ഷാജി. അതായത് ഈ CPIക്കാര്, CPMക്കാർ, BJPക്കാർ അടക്കം എല്ലാവരും MPയുടെ ഓഫീസിൽ പോയി കാര്യങ്ങൾ നടത്തും. അതിനിപ്പോ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വളഞ്ഞിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയാണോ? ഞാനതിന് ഈ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് നേരത്തെ മറുപടി പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. അത് പറഞ്ഞതാണ്. പിന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ എനിക്ക് അല്പസമയം തരണം. വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു, റവന്യൂ ടവർ MPയുടെ ഏതാണ്ട് റവന്യൂ ടവർ എങ്ങനെ MPയുടെ സംഭാവനയാകും? ഇതെന്താ കേന്ദ്ര പദ്ധതിയാ? ഞങ്ങൾക്കറിയില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആയിരുന്നേ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞോട്ടെ.
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആയിരുന്നു. ആ നിലയിൽ പിന്നെ അടൂരിൽ റവന്യൂ ടവർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ അംഗീകരിച്ചേക്കും. ഇത് MPയുടെ വികസനമായി. കൊട്ടാരക്കര റവന്യൂ ടവർ MPയുടെ വികസനം. ഇത് കണ്ണട ചിരുട്ടാക്കുന്നു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ പിന്നെ ചില നിഷ്പക്ഷന്മാർ ഇപ്പൊ കടന്നു വരുന്നുണ്ട്. ആ നിഷ്പക്ഷന്മാർക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് ഈ നാട്ടുകാരുടെ നിഷ്പക്ഷതയുടെ രാഷ്ട്രീയം. അതെ, ആ രാഷ്ട്രീയമുണ്ട് എന്ന് വ്യക്തമായി അറിയുന്ന ആളുകളാണ് ഞങ്ങൾ. പിന്നെ എല്ലാവരും MPയുടെ ഓഫീസ് പോകുന്നു എന്ന് പറയുന്നു. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പല കാര്യങ്ങൾക്ക് MPയുടെ ഓഫീസുമായി ബന്ധപ്പെടേണ്ടി വരും. അതിൽ രാഷ്ട്രീയ പക്ഷഭേദം ഉണ്ടാകണം എന്നില്ല. പക്ഷേ അതെല്ലാം ഞങ്ങളാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും കാര്യം, ഈ ഇവിടത്തെ പിന്നെ മുഴുവൻ ആളുകളുടെയും കാര്യം ഞങ്ങളാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു കടുത്ത കൈയായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ അതിനെ സംബന്ധിച്ച്. ശരി, നമുക്ക് തിരിച്ചു വരാം. ഇത് വലിയ വാക്പോരാണ് ഇവർ തമ്മിൽ നടക്കുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണോ, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണോ, അതോ ഇവിടുത്തെ MP ആണോ? ആരാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ടത്? മാവേലിക്കരയിൽ നിന്ന് കേട്ട ഒരുപാട് വിമർശനങ്ങളുണ്ട് ഇതിനൊക്കെ ഇടയിൽ. കുടിവെള്ളം കിട്ടാനില്ല, അവിടുത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമില്ല, ആ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങി, ആ ക്ഷേത്രക്കുളത്തിൽ വെള്ളമില്ല. MLA ആണോ MP ആണോ? എന്തായാലും അവിടെ ഒന്നും കാണുന്നില്ല. അതിന് നിങ്ങൾ മറുപടി എല്ലാവരും പറയണം. കാര്യം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പരസ്പരം പഴിചാറിയാൽ പോരാ. അല്ല, വീണ്ടും ആവർത്തിക്കുകയാണ്, ഈ താലൂക്ക് ആശുപത്രി മാത്രം കണ്ടാൽ ഈ MPയുടെ വികസനം എന്താണെന്ന് അറിയാം. രണ്ടാമത്തെ വിഷയം, ഈ MP വലിയ വികസന പദ്ധതികളൊക്കെ കൊണ്ടുവന്നു പറയും. ഇപ്പം ജനങ്ങളുടെ വലിയ ജനകീയനായ MP എന്ന് പറയും. കംബോഡിയയിൽ അകപ്പെട്ട 2 യുവാക്കളും, ആ യുവാക്കൾക്ക് വേണ്ടി അവർ MPയുടെ ഓഫീസിൽ പോയി കത്ത് വാങ്ങിച്ചു. ആ യുവാക്കളെ രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവസാനം BJPയുടെ ഓഫീസിൽ വരേണ്ടി വന്നു. BJPയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടാണ് അവർ നാട്ടിൽ തിരിച്ചെത്തി. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ അതുപോലെ ചികിത്സാ സഹായത്തിന് വേണ്ടി MP ചില കത്തുകളൊക്കെ കൊടുക്കും. പക്ഷേ അതെല്ലാം നടപ്പിലാക്കുന്നത് ഏകദേശം 1000-ഓളം ആൾക്കാർക്ക് ഈ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ മാത്രം ഈ നമ്മുടെ ചികിത്സാ സഹായം, പ്രധാനമന്ത്രിയുടെ വിവിധ പദ്ധതികളുടെ ചികിത്സാ സഹായം ചെയ്തിട്ടുണ്ട്. അന്നേരം MP ആണോ ഇവിടെ പ്രവർത്തിക്കുന്നത്? MP അല്ല, MP കത്ത് കൊടുക്കുന്നില്ല. BJPയുടെ കത്തും കൊണ്ടാണ് ഇപ്പൊ നടക്കുന്നത്. അടുത്ത വിഷയം, കുടിവെള്ളം. ഇവിടെ തൊട്ടടുത്ത സ്ഥലമുണ്ട്, അവിടെ മാടങ്കാവ്, അവിടെ കുടിവെള്ളമില്ല, ഇന്ന് സമരമാണ്. ഇവിടെ കുടിവെള്ളം ഇല്ലാതെ കിടക്കുന്നു. ആ കിടക്കുന്ന ഒരു പുലമൺ തോടുണ്ട്. ഈ പുലമൺ തോടിന് ഇവിടുത്തെ MLA MP ഉത്തരവാദിത്വം പറയണം. പിന്നെ പഴയ കൊല്ലം ചെങ്കോട്ട റോഡ് ഇവരിവിടെ നടത്തിയേക്കുന്നത് വളരെയധികം ശുദ്ധമായ തട്ടിപ്പാണ്. എനിക്ക് ഈ MP ആദ്യം ചെയ്യേണ്ടത് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന, സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ഒരു നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയാണ് മാവേലിക്കര. ഈ MPയുടെ സ്റ്റാഫുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞ എത്ര പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ. എന്തായാലും സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണല്ലോ. ഈ സാധാരണപ്പെട്ട അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്ന സാധാരണക്കാരനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരേണ്ട ഒരു ജനപ്രതിനിധിയുടെ സ്റ്റാഫിനകത്ത് എത്ര പേരുണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നത്? വിമർശനങ്ങൾ ഒരുപാടാണ്, മറുപടി പറയാനുണ്ടെന്നറിയാം. ഒന്നൊന്നായിട്ട് കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അദ്ദേഹം ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയതും ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറി ആയ ശ്രീ പെരുങ്കുള സഹിത്ത് സ്റ്റാഫാണ്. അദ്ദേഹത്തിന്റെ വാഹനം ഓടിക്കുന്ന ശ്രീ സന്തോഷ് സ്റ്റാഫാണ്. അങ്ങനെ സ്റ്റാഫുകളുണ്ട്. ഇതിപ്പോ വളരെ കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിക്ക് വളരെ കുറഞ്ഞ സ്റ്റാഫേ ഉള്ളൂ. പക്ഷേ സംസ്ഥാന സർക്കാരിൽ കൂടുതൽ സ്റ്റാഫുകൾ വരും. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാഫായിട്ട് ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശ്രീ പെരുങ്കുള സഹിത്ത് അദ്ദേഹത്തിന്റെ വാഹനം അന്നും ഇന്നും ഓടിക്കുന്നത് ദളിതനായ ശ്രീ സന്തോഷാണ്. ഈ പറഞ്ഞ അവകാശവാദങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന്റെയും സംസ്ഥാനത്തിന്റെ പദ്ധതികളാണ്. BJPക്കാരോട് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ ഫണ്ട്, MPയുടെ ഫണ്ടിൽ നിന്ന് 5 വർഷം കൊണ്ട് 2.8 കോടി രൂപ പ്രധാനമന്ത്രിയുടെ ചികിത്സാ സഹായത്തിന് അദ്ദേഹം കത്ത് കൊടുത്ത വഴി അനുവദിച്ചിട്ടുണ്ട്. ചുമ്മാതെ പറയാന്നേ ഉള്ളൂ. കംബോഡിയയിൽ ഇത് 2 പേരുടെ കാര്യം പറഞ്ഞു. ഈ നിയോജക മണ്ഡലത്തിൽ ഇത്രയേറെ പേരെ ഒരു ആളിന് വിദേശത്തൊരു പ്രശ്നം ഉണ്ടായാലും അത് വിദേശകാര്യ വകുപ്പിനോട് ബന്ധപ്പെടുന്നതിന് ഡയറക്റ്റായിട്ട് തന്നെ എംബസിയുമായി ബന്ധപ്പെട്ട് ഈ ഇവിടെ തൊട്ടടുത്ത് നീലേശ്വരം ന്യൂസിലാൻഡിൽ പന്നി ഇറച്ചി കഴിച്ച് അവർ അബോധാവസ്ഥരായി ഭക്ഷ്യവിഷബാധയുമായിട്ട് അവരെ നാട്ടിലെത്തിക്കാൻ അവർക്ക് എയർ ഇന്ത്യയിൽ സ്പെഷ്യൽ സീറ്റ് അറേഞ്ച് ചെയ്തുകൊണ്ട് അവരെ നാട്ടിലെത്തിച്ച് അവർക്ക് വിദഗ്ധ ചികിത്സ കൊടുക്കാൻ ഇതൊന്നും കണ്ണടച്ചിരിട്ടാക്കിയാണ് ജനങ്ങൾക്കറിയാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് ഞങ്ങളാരും റവന്യൂ ടവർ, കൊട്ടാരക്കര റവന്യൂ ടവറോ അല്ലെങ്കിൽ അടൂർ റവന്യൂ ടവർ കൊടിക്കുന്നിൽ സുരേഷിന്റെ വികസനം പറഞ്ഞില്ല. അടൂർ കേന്ദ്രീയ വിദ്യാലയം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കേന്ദ്രീയ വിദ്യാലയമായി അവിടെ പ്രവർത്തിക്കുന്ന കേന്ദ്രീയ വിദ്യാലയം കൊടിക്കുന്നിൽ സുരേഷ് കൊണ്ടുവന്ന, അത് ആരും അതിനെതിരെ പറയില്ല. ആ കേന്ദ്രീയ വിദ്യാലയം, പിന്നെ അതേപോലെ അന്ന് MLA മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ കൊണ്ടുവന്ന റവന്യൂ ടവർ, അതേപോലെ തന്നെ ബൈപ്പാസ്, അടൂർ ബൈപ്പാസ്, ഇന്ന് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് മാറുന്ന ഒരു ജംഗ്ഷനാണ് അടൂര്. ആ ഗതാഗത കുരുക്ക് മാറാനുള്ള ബൈപ്പാസ് ഉൾപ്പെടെ കൊണ്ടുവന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഈ ചിറ്റയം ഗോകുമാർ 8 വർഷമായിട്ട് അവിടെ MLA ആയിട്ടിരിക്കുന്നു. ആ
റവന്യൂ ടവറിനോ കേന്ദ്രീയ വിദ്യാലയത്തിനോ പെയിന്റ് അടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഇനി ഇത് മറുപടി പറയാം. നിങ്ങൾ ഇറക്കിയിരിക്കുന്ന ധീരനായ പോരാളിയാണ് ചിറ്റയം ഗോപകുമാർ. MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അപ്പോൾ വിലയിരുത്തപ്പെടുന്നു. ചിറ്റയം ഗോപകുമാർ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് വിജയിക്കുമ്പോൾ 700-ൽ താഴെ, എൻ്റെ ഓർമ്മ 614 വോട്ട് എന്നാണ്, 700 വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. രണ്ടാമത്തെ തവണ അദ്ദേഹം ജയിക്കുമ്പോൾ 24,000-ത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായി. അവിടെ ഒന്നും ചെയ്തില്ലെങ്കിൽ, അവിടെ ഒരു വികസന പ്രവർത്തനവും കൊണ്ടുവന്നില്ലെങ്കിൽ 700-ൽ നിന്ന് കേവലം 5 വർഷം കൊണ്ട് എങ്ങനെ 24,000-ത്തിലേക്ക് പിന്നെ ഇതിന്റെ ഭൂരിപക്ഷത്തിന്റെ തോത് വർദ്ധിക്കും? ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഒന്ന്, സംസ്ഥാന ഭരണത്തിന്റെ കാര്യം പറയട്ടെ. രണ്ടാമത്തെ കാര്യം, MP ഫണ്ട് വിനിയോഗത്തിൽ കേരളത്തിലെ ഏറ്റവും മോശം പെർഫോമൻസ് സ്ഥിതിവിവര കണക്ക് വന്നിട്ടുണ്ട്. എല്ലാരും രേഖ വെച്ചാണ് സ്ഥിതിവിവര കണക്ക്. ഞാൻ രേഖയൊന്നും എടുത്തിട്ടില്ല, പക്ഷേ എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. കേവലം 64% മാത്രമാണ് MP ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ളത്. MP പാർലമെന്റിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കുറവ് ഹാജർ രേഖപ്പെടുത്തിയ MP ആണ് കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തിന്റെ വരുമാന വർധനവിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ET മുഹമ്മദ് ബഷീറിന് തൊട്ട് താഴെ നിൽക്കുന്നയാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ട് അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല എന്ന വിമർശനത്തിന് മറുപടി. നിരവധിയായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലയിടത്ത് കൂറ്റൻ പ്രതിമ ഉയരുമ്പോൾ കേരളത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ ഉയർത്തി അവിടെ പിന്നെ ഇവർക്ക് അവർക്ക് പിന്നെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടെ എന്നൊന്നും ഇപ്പൊ പറയുന്നില്ല. അങ്ങനെ ഇതിനെല്ലാം സമ്പത്ത് ആവശ്യമാണ്. ഈ സമ്പത്ത് ജനങ്ങളോട് കൈനീട്ടി ഗവൺമെന്റ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കൊടുക്കാൻ പാടില്ല എന്ന് UDF-ന്റെ നേതാക്കന്മാരും BJP-യുടെ നേതാക്കന്മാരും പ്രഖ്യാപിച്ചത് നാം കണ്ടതാണ്. വെറുതെ പറയുന്നതല്ല. വിദേശങ്ങളിൽ സഹായം കൊണ്ടുവരാൻ, സഹായം എത്തിക്കാൻ തീരുമാനിച്ചു. സഹായാഭ്യർത്ഥന നടത്തിയപ്പോൾ അവരെല്ലാം കൈമൈ മറന്ന് നമ്മുടെ അഭിമാന പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സഹായിക്കാൻ തീരുമാനിച്ചു പറഞ്ഞു. അങ്ങോട്ട് നയാ പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞു. BJP-യും കോൺഗ്രസുമാണ് ഇതിന് BJP മറുപടി പറയണം. കാര്യം UAE ധനസഹായം കൃത്യമായി നൽകാം എന്നൊരു ഉറപ്പ് നൽകിയപ്പോൾ അത് തടഞ്ഞത് കേന്ദ്ര സർക്കാരാണെന്നാണ്. ഈ ശുദ്ധ വിഡ്ഢിത്തരമാണ് പറയുന്നത്. UAE എന്ന് പറയുന്ന സർക്കാർ ഒരു കാരണവശാലും പൈസ കൊടുക്കാന്ന് പറഞ്ഞില്ല. അവിടുന്ന് പണം പിരിവ് നടത്തി ഇവര് പിരിവ് നടത്തി വ്യവസായികളിൽ നിന്നും മറ്റുള്ളവരിൽ പിരിവ് നടത്തി ഇവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രളയത്തിന് പോയി ആൾക്കാരെ കാണാതെ പ്രധാനമന്ത്രിയെ കാണാൻ ചെന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, അങ്ങ് ആദ്യം പോയി ഈ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ കുട്ടനാടും ചെങ്ങന്നൂരും ആറന്മുളയിലൊക്കെ പോയി കാണൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആവശ്യത്തിന് ഇന്ന് വരെ ഇതേ നിമിഷം വരെ കോടിക്കണക്കിന് രൂപ പ്രളയത്തിന് ഇവിടെ കൊണ്ടുവരുന്നു. ഈ വന്ന ഫണ്ടിനകത്തുനിന്ന് ഒന്നാമതാണ് കേരളം. ഞാൻ പറയുന്നത് മൊത്തം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് അടിച്ചു വെക്കുക മാത്രമേ ചെയ്തത്. 10,000 രൂപ രാജമ്മ എന്ന് പറയുന്ന ചെങ്ങന്നൂരിലെ പുത്തങ്കാവിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുടുംബത്തിന് 10,000 രൂപയുടെ വീട് പോയതാണ്. ഞങ്ങൾ പോയി ശുചീകരിച്ച വീടാണ്. സേവാഭാരതി ഇപ്പം വീട് വെച്ചു കൊടുത്തത് വ്യക്തമായി രാജമ്മ പുത്തങ്കാവ് വ്യക്തമായി തെളിവോടെ പറഞ്ഞു. അവർക്ക് വീട് ഞങ്ങൾ വെച്ചു കൊടുത്തു. അവസാനം 10,000 രൂപ പോലും അവർക്ക് കിട്ടിയില്ല. 2 പ്രതിമയുടെ കാര്യം പറഞ്ഞു. ഈ ബഹുമാനപ്പെട്ട ഷാജിയണ്ണം പോയി ആ പട്ടേലിന്റെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഒന്ന് കാണണം. പ്രതിമ കാണുമ്പോൾ ആ പ്രതിമയ്ക്കകത്ത് കയറുമ്പോൾ അതിനകത്ത് ഗ്രന്ഥശാലയുണ്ട്, കോൺഫറൻസ് ഹാളുണ്ട്, സിനിമാ തിയേറ്റർ ഉണ്ട്, വ്യവസായശാലകളുണ്ട്, അതുപോലെ പിന്നെ ഗവേഷണ കേന്ദ്രമുണ്ട്. അതിനകത്തുനിന്ന് ഒരു ദിവസം ഉണ്ടാകുന്ന വരുമാനം ഏകദേശം 1 കോടി രൂപ വരെ വരുമാനം ഉണ്ടാകുന്ന പ്രതിമകളാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇവരുണ്ടാക്കുന്ന പോലെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പ്രതിമ ഉണ്ടാക്കി, ഗാന്ധിജിയുടെ പ്രതിമ ഉണ്ടാക്കി, കാക്ക തൂറുന്ന പ്രതിമയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പോകാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ പോവുകയും ചെയ്യും, കാണുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം, കേരളത്തിൽ ഇത്രയേറെ ഇപ്പോൾ ആചാരമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട്. നയാ പൈസ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നാളിതുവരെ സംഭാവന ചെയ്തിട്ടില്ലാത്ത 2 രാഷ്ട്രീയ പാർട്ടികൾ, ഒന്ന് BJP, 2 കോൺഗ്രസ്. കോൺഗ്രസിന്റെ MLA-മാർ സംഭാവന ചെയ്തിട്ടില്ല. കോൺഗ്രസിന്റെ MLA-മാർ കൊടുക്കുന്നതല്ല. ഞാൻ പറയട്ടെ, രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിലുള്ള സംഭാവന അല്ല. രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞു. രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള നിലയിൽ MLA-മാർ സംഭാവന ചെയ്തിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാവരും സംഭാവന ചെയ്തിട്ടുണ്ടാകും. പക്ഷേ കാൽക്കാശ് ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലയിൽ സംഭാവന ചെയ്തിട്ടില്ലാത്ത 2 രാഷ്ട്രീയ പാർട്ടികൾ, ഒന്ന് കോൺഗ്രസും 2 BJP-യും. മറ്റൊരു കാര്യം ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത്, KPCC പ്രഖ്യാപിച്ചു ഞങ്ങൾ 5 പൈസ കൊടുക്കില്ല, എന്നാൽ ഞങ്ങൾ 1000 വീട് നിർമ്മിച്ചു കൊടുക്കും. MM ഹസൻ അവസാനം
അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ വലിയ സംഭവമല്ലേ അത്? വലിയ സംഭവമാണ്. ഞങ്ങൾ 30 വീടുകൾ കൊടുത്തു എന്ന് പറഞ്ഞു. 1000 കൊടുക്കും എന്ന് പറഞ്ഞ സ്ഥാനത്ത് 30 വീട് എവിടെ അപ്പൊ അതിന് മറുപടി പറയട്ടെ. 1000 വീട്. അതുപോലെ ഈ ഇവരെ പറയാം ഈ പിന്നെ ദുരിതാശ്വാസം തേടിയപ്പോൾ കൊടുക്കരുത് എന്ന് UDF പറഞ്ഞു എന്നൊരു ആക്ഷേപമുണ്ട്. അതുപോലെ വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞു. കേരളത്തിൽ അതിന്റെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. 10,000 വീടുകൾ പൂർണ്ണമായിട്ട് തകർന്നു, 2 ലക്ഷം വീട് ഭാഗികമായിട്ട് തകർന്നു. സർക്കാർ ചെലവിൽ ഇപ്പോഴും നിർമ്മിക്കുന്നത് 2000 വീടുകൾ മാത്രമാണ്. 10,000 രൂപ എത്തിക്കാത്ത ഒരുപാട് ആൾക്കാർക്ക് ഇനിയുണ്ട്, കിട്ടാനുണ്ട്. അവരാണ് പ്രളയത്തെ പറ്റി പറഞ്ഞത്. പിന്നെ CPയുടെ നേതാക്കന്മാരെ കൊടിക്കുന്നിൽ സുരേഷ് MPയെ പറ്റി, അദ്ദേഹത്തിന്റെ ഹാജറിനെ പറ്റി പറഞ്ഞു. 391 സംവാദങ്ങൾ അവർ MP ജയദേവൻ നടത്തിയത്. കൊടിക്കുന്നിൽ സുരേഷ് 531, 99 ജയദേവനെ മാറ്റി 7 സ്വകാര്യ ബില്ലുകൾ കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജയദേവന്റെ 0 ആണ്. പിന്നെ ഇവർ innocent പോലുള്ളവരെ ഹാജരായവരൊക്കെ നമുക്ക് അറിയാല്ല കാര്യങ്ങൾ. അതിന്റെ വേണമെങ്കിൽ കണക്ക് ഞാൻ ആ കളിയൊന്നും വേണ്ട. ശരി, MP ഫണ്ടിന്റെ മറുപടി സംബന്ധിച്ച് ഇവിടെ ഒരു ആരോപണം വന്നു. 64% വിനിയോഗിച്ചിട്ടുള്ളൂ. 6 മാസം മുമ്പുള്ള കണക്കെടുത്തിട്ടാണ് അവർ ഈ പറയുന്നത്. അതായത് 5 വർഷം കൊണ്ട് ഒരു MPക്ക് ലഭ്യമാകുന്ന ഫണ്ടെന്ന് പറയുന്നത് 5 കോടി വെച്ച് 25 കോടി രൂപ. ആ 25 കോടി രൂപയ്ക്കുള്ള ഇവർക്ക് നാളെ വിവരാവകാശം നിയമം വഴി ചോദിക്കാം, അല്ലെങ്കിൽ രേഖകൾ പിന്നെ റവന്യൂ വകുപ്പ് മന്ത്രി അവരുടെയാണ്. കൊല്ലം കളക്ടർ എന്നവർക്ക് വാങ്ങിക്കാം. ഈ പലിശ സഹിതം 26 കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്ത മണ്ഡലമാണ് മാവേലിക്കര. 26 കോടി 1 കോടി പലിശ സഹിതം 26 കോടി രൂപയുടെ ഭരണാനുമതി നേടിയെടുത്ത ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് MP. ചിറ്റയം ഗോപകുമാറിനെ എന്തിന് തെരഞ്ഞെടുക്കണം ലോക്സഭയിലേക്ക്? ഈ രാജ്യത്ത് മതേതര ജനാധിപത്യ അടിയുറച്ചു നിൽക്കുന്ന മതേതര ജനാധിപത്യ ഗവൺമെന്റ് രൂപപ്പെടണം. അതിനുവേണ്ടി ഇടതുപക്ഷങ്ങൾ അതിന്റെ പാർലമെന്റിൽ അംഗത്വം വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ ചിറ്റയം ഗോപകുമാർ അവിടെ പോയാൽ ആർക്ക് വേണ്ടി കൈവക്കും? തീർച്ചയായും മതേതര ജനാധിപത്യ ഗവൺമെന്റിന് വേണ്ടി കൈവക്കും. എന്തിന് NDAക്ക് വോട്ട് ചെയ്യണം മാവേലിക്കരയിലെ ജനങ്ങൾ? നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലമായി, എന്ന് വെച്ചാൽ 4.5 വർഷം കഴിഞ്ഞ് കൊണ്ടുവന്ന വികസനങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇന്ന് കേരളത്തിലെന്നല്ല ഭാരതത്തിലുള്ള മുഴുവൻ ജനങ്ങളും അതിന്റെ ഗുണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തിനാണ് ഇടതുപക്ഷം പാർലമെന്റിലേക്ക് പോകുന്നത്? നിങ്ങളുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞു, രാജ്യസഭാ MP ആയ P രാജീവിനെ പോലുള്ളവർ പാർലമെന്റിൽ ഉണ്ടാവണം. ഞങ്ങൾക്ക് ചിലപ്പോൾ സീറ്റുകൾ കുറവായിരിക്കും, പക്ഷേ ആശയപരമായും പ്രവർത്തനപരമായും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കുറച്ചധികം MPമാരെ ഈ പ്രാവശ്യം ഇടതുപക്ഷം വിട്ടില്ലെങ്കിൽ, ഇത് UPA ഗവൺമെന്റിനെ ആദ്യത്തെ 5 വർഷം ഇടതുപക്ഷം പുറത്തുനിന്ന് പിന്താങ്ങിയതിന്റെ ഏറ്റവും നല്ല ഗുണം ആ ഗവൺമെന്റിനുണ്ടായി. അത് പിൻവലിച്ചു. ഇടതുപക്ഷം ആ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും മോശം ഗവൺമെന്റായി, അഴിമതിയുള്ള ഒരു ഗവൺമെന്റായി മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് മാറി. ശേഷമാണ് നരേന്ദ്രമോദി ഇത്ര ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നത്. പെട്ടെന്ന് സമയം തീരും. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും. പക്ഷേ ഇവിടെ മുമ്പേ പറഞ്ഞ പോലെ 15 ലക്ഷം കൊടുക്കാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞില്ല. നരേന്ദ്രമോദി പറഞ്ഞത് ഇവിടെ പാവപ്പെട്ടവന് വരെ അക്കൗണ്ട് കൊടുത്തപ്പോൾ ഈ അക്കൗണ്ടുകളിലൂടെ ക്ഷേമ പെൻഷൻ അടക്കമുള്ളത് ഇന്ന് പിന്നെ നമ്മുടെ കിസാൻ സമ്മാൻ പദ്ധതി വന്നത് എല്ലാം പാവപ്പെട്ടവരുടെ അക്കൗണ്ടിൽ വന്നു. ഇവര് സഹകരണ ബാങ്ക് വഴി പാവപ്പെട്ടവന്റെ പൈസ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ 2 ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ വലിയ ഇടതുപക്ഷം അവിടെ പോയിട്ട് ഏതാണ്ട് വലിയ സംഭവം നടക്കുന്നു. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നുണ്ട്. ഓച്ചിറയിൽ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്താ? ചെറുപ്പുളശ്ശേരിയിൽ അവസ്ഥ എന്താ? ചെറുപ്പുളശ്ശേരിയിൽ എന്താ അവസ്ഥ? അതുപോലെ തിരുവല്ലയിൽ അവസ്ഥ എന്താ? കേരളത്തിൽ ഇവിടെ ഇന്ന് CPM-കാരന് അസ്വയ്ക്ക് വേണ്ടി ഇവിടെ കൈവയ്ക്കവർക്കൊന്നും ഇന്ന് മെഴുകുതി കത്തിക്കണ്ട, ഇന്ന് പ്രതികരിക്കണ്ട. അതൊന്നും കൂടി അതിനും പെട്ടെന്ന് മറുപടി. സമയം തീരുകയാണ്. ഈ ജീവിക്കാൻ നിവൃത്തിയില്ല, പെൺകുട്ടികൾക്ക് റോഡിൽ നടക്കാൻ നിവൃത്തിയില്ല, പാർട്ടി ഓഫീസിൽ കയറാൻ നിവൃത്തിയില്ല. പെട്ടെന്ന് അത് പറഞ്ഞു പഴകിയതാ. ഇതിന് മറുപടി ഇതിന് മറുപടി ഇത് ഇവര് പറയുന്നതല്ല ഒറ്റപ്പെട്ട ചില സംഭവങ്ങളാണ്. വ്യക്തിപരമായ അല്ല, ചിരിക്കാനല്ല പറയുന്നത്, വ്യക്തിപരമായി ചില വ്യക്തികളുടെ ഹീനപ്രവൃത്തിയെ അത് ഇടതുപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെച്ച് നിങ്ങൾ സംസാരിച്ചപ്പോൾ ആരും ഇടപെട്ടില്ല. ചാബല്യമുള്ള ചില വ്യക്തികൾ ചെയ്യുന്ന ഹീനപ്രവൃത്തിയെ ഇടതുപക്ഷവുമായി ബന്ധപ്പെടുത്തി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഭരണത്തിന്റെ വീഴ്ചയാണെന്നാണ് വിമർശനം. അതിനെതിരെ നടപടി ശക്തമായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ്. ആ പെൺകുട്ടിയെ ബാംഗ്ലൂർ എന്ന സ്ഥലത്ത് ആ പെൺകുട്ടിയെ കൊണ്ട് ചെന്ന് താമസ സ്ഥലത്ത് ഐഡന്റിഫൈ ചെയ്ത് അവിടുത്തെ പോലീസ് എത്തിയ വിവരം ഇവിടുത്തെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടുന്ന് തൊട്ടടുത്ത ദിവസം അവർ എങ്ങോട്ട് പോയി ഉൾപ്പെടെ ഇന്റലിജൻസ് ഈ ക്രമസമാധാന പാലന രംഗത്ത് ഇന്ത്യയിൽ പറഞ്ഞോട്ടെ, ക്രമസമാധാന പാലന രംഗത്ത് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. എന്നിട്ടും ഇതൊക്കെ സംഭവിക്കുന്നതാണ് വിമർശനം എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ആര് സമ്മതിക്കുന്നു? എല്ലാവരും കേന്ദ്ര സർക്കാരെ സംബന്ധിച്ച് റെക്കോർഡുകളാണ്.
പിന്നെ തെളിവുകൾ പറഞ്ഞു. പിന്നെ തെളിവുകൾ സഹിതം അത് നമുക്ക് പറയാൻ കഴിയും. ശരി, ഞാൻ അതല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകും. ആ സംഭവങ്ങളെയെല്ലാം അതിന്റെ മെറിറ്റിൽ കണ്ടുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഒരു പാതിരിയെ വെറുതെ വിട്ടില്ല, ഒരു പിന്നെ മുസ്ലിയാരെ വെറുതെ വിട്ടില്ല, ഒരു സിനിമാ നടനെ വെറുതെ വിട്ടില്ല. ശക്തമായ നിലപാട് വ്യക്തമാണ്. പെട്ടെന്ന് അവർ അധികാരത്തിൽ വന്ന സമയത്ത് ഇവിടുത്തെ കേരളത്തിലെ അമ്മമാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് അടക്കം സുരക്ഷ കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ഇവിടെ നടി മുതൽ നാടോടി വരെ പീഡിപ്പിക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു. ഇടതുപക്ഷ സർക്കാരിന്റെയും ശക്തമായ വിമർശനം തന്നെയാണ്. നടി മുതൽ നാടോടി വരെയുള്ളവർക്ക് രക്ഷയില്ല എന്നാണ് വിമർശനം. കോൺഗ്രസ് പെട്ടെന്ന് എന്തിന് കൊടിക്കുന്നിൽ സുരേഷിനെ വീണ്ടും വിജയിപ്പിക്കണം? നിങ്ങൾ വാച്ച് നോക്കേണ്ട, കൃത്യമായ അവസരം, തുല്യ അവസരം. മതനിരപേക്ഷ സർക്കാരിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് തന്നെയാണ് ഇടതുപക്ഷം പറയുന്നത്. തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇടതുപക്ഷം പറയുന്നത് 549 എംപിമാർ ഇരിക്കുന്ന ലോക്സഭയിൽ, 543 എംപിമാർ ഇരിക്കുന്ന ലോക്സഭയിൽ ഒരു CPI എം പി പോയിട്ട് എന്ത് ചെയ്യാനാ? CPI എം പി പോയി കഴിഞ്ഞാൽ അദ്ദേഹം BJP പോകില്ലെന്നാണ് ഈ പറയുന്നത്. വടക്കനക്കാരനാണിത്. വടക്കനക്കാരനല്ല. ഇവിടെ ഒരുപാട് പ്രാവശ്യം കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ചൊക്കെ ഈ ആരോപണം വന്നിട്ടുണ്ട്. പക്ഷെ അന്തസ്സായി കോൺഗ്രസിന്റെ പിന്നിൽ ഇവിടുത്തെ ജനങ്ങളോട് വിശ്വാസം കാത്തു സൂക്ഷിച്ചിരുന്നില്ല. ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ, അതായത് ഭീകരതയ്ക്കെതിരും അതുപോലെ ആൾക്കൂട്ട കൊലയ്ക്കെതിരെയും അതേപോലെ തന്നെ വർഗീയത, കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഇവിടുത്തെ വിശ്വാസികളോട് കടക്കു പുറത്തെന്ന് പറയുന്ന പിണറായി വിജയന്റെ ദാർഷ്ട്യത്തിനെതിരെയുള്ള ഒരു വിധിയെടുത്തായിരിക്കും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. യാതൊരു സംശയം വേണ്ട. ഇവിടെ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJP കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു. കഴിഞ്ഞ 5 വർഷം മോഡി അധികാരത്തിലിരുന്നു. ഒരാളെ പോലും അറസ്റ്റ് ചെയ്തില്ല. മൻമോഹൻ സിംഗ് നടപടി എടുത്തത് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഇന്ന് വന്നിരിക്കുന്നു 1000 കോടി രൂപയുടെ അഴിമതി. ഡയറി, അതായത് മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ ഡയറി ആദായ നികുതി വകുപ്പിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു. ആ അഴിമതി ജഡ്ജിമാർക്ക് കേന്ദ്രമന്ത്രിമാർക്ക് അല്ല ആരോപണം. പിന്നെ ബാക്കി നരേന്ദ്രമോദി ഉണ്ടായിട്ടാണോ അദ്ദേഹം മറുപടി പറഞ്ഞത്? അപ്പൊ അഴിമതി, റഫേൽ അഴിമതി, ഒരു കളിപ്പാട്ട വിമാനം പോലും ഉണ്ടാക്കാത്ത ഒരു കമ്പനിക്കാണ് റഫേൽ എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാർ BJP പോയെന്ന് പറഞ്ഞു. മഹാരാഷ്ട്രയുടെ CPM സംസ്ഥാന സെക്രട്ടറി BJP പോയി. രാജസ്ഥാനിൽ ആകെ ഉണ്ടായിരുന്ന 2 ഇടതുപക്ഷ MLA കോൺഗ്രസിൽ വന്നു. കോൺഗ്രസിൽ ഒരുപാട് പേയ്മെന്റ് സീറ്റുകൾ അടക്കം കഴിഞ്ഞ വട്ടം ബെനറ്റ് എബ്രഹാമിനടക്കം സീറ്റ് കൊടുത്തതാ. ഒന്നുറപ്പാണ്, കൊട്ടാരക്കരയുടെ ചൂട് കണ്ടാൽ അറിയാം ഇക്കുറി പൊടിപാറും തെരഞ്ഞെടുപ്പ്. ചിറ്റയം ഗോപകുമാർ എന്ന MLA ഇറക്കി കൊടിക്കുന്നിൽ സുരേഷ് എന്ന സിറ്റിംഗ് MP വെല്ലുവിളിക്കുകയാണ്. വിജയക്കൊടി ഉയർത്തുന്നതാര്? ഇതിനിടയിൽ ഇടതും വലതുമുള്ള 2 മുന്നണികളെയും തള്ളിപ്പറഞ്ഞ് മാറ്റത്തിന് സമയമായി എന്ന് പ്രഖ്യാപിക്കുന്നു ദേശീയ ജനാധിപത്യ സഖ്യം. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. നമസ്കാരം.